യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷനെ ഞങ്ങളെ വാഴ്ത്തുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിൻ്റെ ജീവിതത്തിനും ഒരുക്കി തന്ന മകൾ ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിനരാത്രി ദൈവം നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. ഒരു പുതുവർഷം കൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ആയുസ്സോടും ആരോഗ്യത്തോടും ബലത്തോടും നിർത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തോട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ വർഷവും കർത്താവ് നമ്മെ കരം പിടിച്ച് നടത്തുവാനായിട്ട് ഇടയായിത്തീരും. നാം തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ മുന്നോട്ട് ഓടുവാനുള്ള ബലവും ശക്തിയും കർത്താവ് തന്ന് ചിലതിന്റെ മധ്യത്തിൽ അതിജീവിപ്പാൻ ആവശ്യമായ ദൈവത്തിന്റെ ശക്തിയെ ദൈവം നമ്മുടെ മേൽ പകരുവാനായിട്ട് ഇടയായിത്തീരും. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നാം തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സ്തോത്രം. ഹല്ലേലൂയ. നാം വില കൊടുക്കുവാൻ തയ്യാറായ യേശു കർത്താവ് നമ്മുടെ മുമ്പിൽ നിൽക്കും. തിരുവചനത്തിൽ നോക്കിക്കഴിയുമ്പോൾ ആരെല്ലാം കർത്താവിന് വേണ്ടി വില കൊടുക്കുവാൻ തയ്യാറായിട്ടുണ്ടോ അവരുടെ മുമ്പാകെയൊക്കെ കർത്താവ് നിന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 2025 പ്രിയ ദൈവമക്കളെ, നാം അറിഞ്ഞ സത്യത്തിന് വേണ്ടി, നാമും കർത്താവുമായുള്ള ബന്ധത്തിന് വേണ്ടി നാം വില കൊടുക്കുവാൻ തയ്യാറായ, പ്രതിബന്ധങ്ങൾ കാണുമായിരിക്കാം, വിലക്കുകൾ കാണുമായിരിക്കാം, പക്ഷേ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറായ, ചിലതിന് വില കൊടുത്ത് ഞാനും നിങ്ങളും ഒന്ന് ഇറങ്ങുവാൻ തയ്യാറായ, നിശ്ചയമായിട്ട് ഞാൻ പറയട്ടെ, നമ്മുടെ മുമ്പിൽ യേശു കർത്താവ് നിൽക്കുവാനായിട്ട് ഇടയായിത്തീരും. നിന്റെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ വിടുതൽ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. ലൂക്കോസ് സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 19-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഇവിടെ കാണുവാൻ സാധിക്കുന്നു. യേശു ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. ഇവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് സാക്യൂസിന്റെ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സാക്യൂസിന്റെ ജോലി എന്ന് പറയുന്ന ചുങ്കക്കാരനായിരുന്നു. അപ്പോൾ അവിടെ കൂടെ ഉള്ളവരാരും അല്ലെങ്കിൽ ദേശത്തിലുള്ളവരാരും അവനെ അത്രത്തോളം വിലമതിക്കുകയോ അല്ലെങ്കിൽ അവന് പ്രാധാന്യം കൊടുക്കുകയോ ചെയ്യുന്നില്ല. കാരണം എല്ലാവർക്കും ദേഷ്യമുള്ള ഒരു വ്യക്തിയാണ് സക്ക എന്ന് പറയുന്നത്. മറ്റുള്ളവരെ നിന്നൊക്കെ ഷൗട്ട് ചെയ്ത് പണം വാങ്ങിക്കുകയും പിരിയുകയും ചെയ്യുന്ന നല്ലൊരു ജോലിയല്ല, നികുതി വിരിപ്പ് ജോലി എന്ന് പറഞ്ഞത് കൊണ്ട്. അപ്പൊ അങ്ങനെ സമൂഹത്തിൽ വിലയില്ലാത്ത, ജോലി വലുതെങ്കിലും ഒരു ജനത്തിന്റെ മുമ്പിൽ ഒരു മാന്യത ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പക്ഷേ ആ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് നടക്കുന്ന ഒരു വിടുതലിനെ പറ്റിയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശു കർത്താവ് യെരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരി പ്രമാണി ധനവാനുമായ സക്ക എന്നൊരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. അപ്പോൾ അവിടെ സക്കയാസ് എന്ത് ചെയ്യുന്നു? യേശു ആണ് കടന്നു പോകുന്നു എന്ന്, യെരിഹോക്കൂടെ കടന്നു പോകുന്നു എന്ന് ഒരു വർത്തമാനം തന്റെ ഉള്ളിൽ കേട്ട് കഴിഞ്ഞപ്പോൾ തന്റെ ഉള്ളിൽ എവിടെയോ ഒരു ആഗ്രഹം, യേശു കർത്താവിനൊന്ന് കാണണം, യേശു കർത്താവ് എങ്ങനെയുള്ളവൻ എന്ന് കാണേണ്ടതിനായിട്ട് താൻ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അവൻ ശ്രമിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു. പക്ഷെ അവന്റെ മുമ്പിലുള്ള ഒത്തിരി പ്രതിബദ്ധതകളുണ്ട്. കാരണം അവൻ വളർച്ചയെ കുറയവനാണ്. പിന്നെ ആ ഒരു ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശു കർത്താവ് പോകുന്ന ആ യാത്രയിൽ ഒത്തിരി പുരുഷാരമുണ്ട്. യേശു കർത്താവ് ഒറ്റയ്ക്കല്ല കടന്നു പോകുന്ന, ഒത്തിരി പുരുഷാരമുള്ളത് കൊണ്ട് ഇവൻ സാക്യൂസ് വളരെയധികം ഹൈറ്റ് കുറവായതുകൊണ്ട് എന്ത് ചെയ്യുന്നു? യേശു കർത്താവിനെ കാണുവാനായിട്ട് കഴിയാത്തൊരു അനുഭവമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നു. വളർച്ചയെ കുറിയാനാകൊണ്ട് പുരുഷനും നിമിത്തം കഴിഞ്ഞില്ല. അപ്പൊ അവന് ശ്രമിക്കുകയാണ് യേശു കർത്താവ് എങ്ങനെയുള്ളവൻ എന്ന് ഒന്ന് കാണേണ്ടതിനായിട്ട്. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം യേശുവിനെ ഒന്ന് കാണണം. ആ കാണാനുള്ള ആഗ്രഹം നിമിത്തം അത് വച്ചുകൊണ്ടിരിക്കാതെ അവൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മുമ്പിൽ പ്രതിബദ്ധം, അവൻ വളർച്ചയെ കുറിയവനാണ്, പുരുഷാരമുണ്ട് എന്നാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ
ഇതെല്ലാം അവന്റെ മുമ്പിൽ പ്രതിബന്ധമായിട്ട് നിൽക്കുമ്പോൾ, യേശുവിനെ കാണുവാനായിട്ട് ഒരു തടസ്സമായിട്ട് നിൽക്കുമ്പോൾ സാക്യസ് അവിടെ നിൽക്കുകയല്ല. സാക്യസ് ചെയ്യുന്ന ഒറ്റ കാര്യമുണ്ട്. എന്നാൽ അവൻ മുന്നോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി യേശു ആ വഴി വരികയായിരുന്നു. അപ്പൊ ആ മനുഷ്യൻ ചെയ്ത ഒരു കാര്യമാണ്, അവൻ മുന്നോട്ട് ഓടുവാനായിട്ടിടയെത്തുന്നു. അവൻ നിൽക്കുന്ന ഇടത്താണ് പ്രതിബദ്ധം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവൻ വളർച്ചയെ കുറിയാനാണ്, പുരുഷാരമുണ്ട്. അപ്പോൾ യേശുവിനെ കാണുവാൻ കഴിയില്ല. പക്ഷെ അവൻ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? മുന്നോട്ട് ഓടുവാനായിട്ട് തയ്യാറായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, നീ നിൽക്കുന്നിടത്ത് ചിലപ്പോൾ യേശു കർത്താവിനെ വേണ്ടുമെണ്ണം കാണുക, യേശു കർത്താവിനെ ആരാധിക്കുക, യേശുവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലേക്ക് കടന്നു വരുക, ചില പ്രതിബന്ധങ്ങൾ നിനക്കുണ്ടായിരിക്കുമായിരിക്കാം, ചില തടസ്സങ്ങൾ നിന്നെ വെല്ലുവിളിയായിട്ട് നിന്റെ മുമ്പിൽ എഴുന്നേൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ആ പ്രതിബന്ധങ്ങളെ വലുതായിട്ട് കാണാതെ, നീ ശ്രമിച്ചിട്ടും കാണുവാൻ കഴിയാതിരിക്കുന്ന യേശു കർത്താവിനെ ഒന്ന് കാണേണ്ടതിനായിട്ട് നീ മുന്നോട്ടൊന്ന് ഓടുവാൻ തയ്യാറാക്കണം. സ്തോത്ര. നിൽക്കുന്നിടത്ത് നിനക്ക് പ്രതികൂലമായിരിക്കാം, പ്രയാസമായിരിക്കാം, നീ എത്ര ശ്രമിച്ചിട്ട് നിനക്ക് മുന്നോട്ട് വരുവാൻ കഴിയുന്നില്ലായിരിക്കാം. പക്ഷേ നാം എന്ത് ചെയ്യണം? നാം മുന്നോട്ട് ഓടുവാനായിട്ട് തയ്യാറാക്കണം. ഇവിടെ സാക്യൂസിന്റെ മുമ്പിലുണ്ടായിരുന്ന പ്രതിബന്ധങ്ങളെ താൻ നോക്കാതെ വണ്ണ താൻ എന്ത് ചെയ്യുന്നു? തനിക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തനിക്ക് ഇവിടെ നിൽക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ യേശുവിനെ ഒന്ന് കാണാൻ കഴിയില്ല. എൻ്റെ ഉള്ളിൽ കടന്നു വന്ന ഒരു ആഗ്രഹം, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. തന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്ന ആ ഒരു ആഗ്രഹത്തെ അവിടെ കാണുന്നു. അവൻ മുന്നോട്ട് ഓടി അവനെ കാണേണ്ട ഒരു കാട്ടത്തിമേൽ കയറി, ഒരു വൃക്ഷത്തിമേൽ, കാട്ടത്തി മുള്ളു നിറഞ്ഞ ഒരു വൃക്ഷത്തിമേൽ അവൻ വില കൊടുത്ത് കയറുവാനായിട്ടിടയായി തീർന്നു. യേശു അതുവഴി വരികയായിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുന്നു. ആ യേശു ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കിയേ. ഇവിടെ ഒരിക്കലും അറിയില്ല സാക്യൂസ്, യേശു കർത്താവിന് അറിയില്ല, സാക്യൂസിന് അറിയില്ല യേശു കർത്താവ് അവനെ കാണുന്നുണ്ട്. സാക്യൂസിന്റെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം, എന്നെ ആരും കാണരുത്, പക്ഷെ യേശു എങ്ങനെയുള്ളവൻ എന്ന് എനിക്കൊന്ന് കാണണം. അവന്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹത്തെ ഈ പകൽക്കാലം പറയട്ടെ, നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ അറിയുന്ന ഒരു സർവശക്തനായ ദൈവം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്റെ ഹൃദയത്തിൽ കടന്നു വരുന്ന ചില ആഗ്രഹത്തിന്റെ ഒരു വിടുതലിനു വേണ്ടി നീ മുന്നോട്ട് ഒന്ന് ആയുവാൻ തയ്യാറായി കഴിഞ്ഞാൽ നിന്റെ അരികത്തേക്ക് നിൽക്കുന്ന ഒരു യേശു കർത്താവ് ഉണ്ട്. ഹല്ലേലൂയ. ആ മനുഷ്യന്റെ ഒറ്റ ആഗ്രഹമായിരുന്നു യേശു, അവിടെ വചനത്തിൽ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണേണ്ടതിനായിട്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ രാത്രി, ഈ പകൽക്കാലം സ്തോത്രം, ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടോ? കർത്താവ് നിന്റെ മുമ്പിൽ നിൽക്കുവാനായിട്ട് ഇടയെത്തീരും. ആ മനുഷ്യൻ അങ്ങനെ മുന്നോട്ടോടി ആ വൃക്ഷത്തിന്മേൽ കയറുവാനായിട്ട് ഇടയെത്തുന്നു. ആ സ്ഥലത്തെത്തിയപ്പോ യേശു മേലോട്ട് നോക്കി. നീ ആഗ്രഹത്തോടെ, ആവശ്യത്തോടെ നീ വില കൊടുത്ത് കർത്താവ് നിൽക്കാൻ തയ്യാറായ നിന്റെ മുമ്പിൽ കർത്താവ് നിൽക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നിന്റെ പരിശ്രമം വൃഥമായി തീരുകയല്ല, നിന്റെ ശ്രമത്തെ വിഫലമാക്കി കളയുന്ന ഒരു കർത്താവല്ല. നീ ചിലതിന് വില കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ചുങ്കക്കാരന്റെ പ്രമാണി നമുക്കറിയാം, ലോകം അവന് നല്ലതായിട്ട് പറയത്തില്ല. ഈ മനുഷ്യനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തന്നെ കളിയാക്കും, ഇവൻ എന്തിനാ ഇത്രയും പൊക്കം കുറഞ്ഞ, നിന്ന കാണും, പരിഹാസം കാണും. പക്ഷെ അതൊന്നും വയ്ക്കാതെ അവൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണേണ്ടതിനായിട്ട് അവൻ മുന്നോട്ട് ഓടുവാനായിട്ട് ഇടയെത്തുന്നു. കാട്ടത്തിമേൽ അവൻ കയറുവാനായിട്ട് ഇടയെത്തുന്നു. ഇതെല്ലാം അവന്റെ അനുഭവത്തെ അറിഞ്ഞതായ യേശു കർത്താവ് അവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്നു കഴിഞ്ഞപ്പോ യേശു അവിടെ നിന്നു. പ്രിയ ദൈവമേ, ആരും കണ്ടില്ലെങ്കിലും നിന്റെ ഉള്ളിൽ യേശുവിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? യേശു കർത്താവ് നിന്റെ മുമ്പിൽ നിൽക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നിന്നെ മറികടന്നു പോകത്തില്ല. ഹല്ലേലൂയ. ആരും നിന്നെ കണ്ടില്ലെങ്കിലും നിന്നെ കാണുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. സാക്യൂസിന്റെ ആഗ്രഹമായിരുന്നു യേശുവിനെ കാണണമെന്ന്. എന്നാൽ അവിടെ കാണുന്ന സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്ക്
പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. സാക്കേസിന്റെ ഒറ്റ ആഗ്രഹമായിരുന്നു യേശുവിനെ ഒന്ന് കാണണം എന്നുള്ളത്. പക്ഷേ ആ ആഗ്രഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യേശു അവന്റെ ഭവനത്തിൽ പോയി പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് അവനോടൊപ്പം പോകുന്ന ഒരു യേശു കർത്താവിനെ കാണുവാൻ സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിനക്കിന്ന് കർത്താവിനെ ഒന്ന് കാണണമെന്ന് നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം വച്ചു കഴിഞ്ഞാൽ നിന്റെ അരികത്ത് നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ കൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ രാത്രി പകൽക്കാലം ഞാൻ പറയട്ടെ, ഈ ശബ്ദം കേൾക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ എവിടേക്കോ തോന്നുന്നില്ലേ കർത്താവിനെ ഒന്ന് കാണാൻ? ഈ കർത്താവ് എല്ലാവരെയും വിടുവിക്കുന്നുണ്ട്, രക്ഷ കൊടുക്കുന്നുണ്ട്, സമാധാനം കൊടുക്കുന്ന, നിത്യത ഒരുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ യേശുവിനെ എന്ന് കാണണമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിന്റെ ആഗ്രഹത്തെ അറിയുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ ആഗ്രഹത്തിന്റെ മുമ്പേ, നീ വില കൊടുക്കുന്നതിന് മുമ്പേ നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. നീ വില കൊടുക്കുവാൻ തയ്യാറായ കാണുവാൻ സാധിക്കുന്നു. അവന് ലോകം കണ്ടു കഴിഞ്ഞാൽ നിന്ദിക്കാനായിട്ട് ഇടയെത്തീരും. അവന് മുമ്പിൽ ഹൈറ്റ് കുറവാണ്. അവന് യേശുവിനെ കാണാൻ പറ്റാത്ത അനുഭവമാണ്. ഇതെല്ലാം അവന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും യേശുവിനെ കാണുവാനായിട്ട് അവൻ ഓടുവാനായിട്ട് ഇടയായിത്തീർന്നു. അവന്റെ ഹൃദയത്തെ കണ്ടതായ ദൈവം. നീ എങ്ങനെ ദൈവത്തെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് നിന്റെ ഉള്ളത്തെ കാണുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. നമുക്കറിയാം, സ്തോത്രം, മുകളിലോട്ട് കയറുവാൻ അവൻ ബന്ധപ്പെട്ടു എന്ന് അവിടെ കാണുന്നില്ല. എന്നാ യേശു കർത്താവ് പറഞ്ഞപ്പോൾ ബന്ധപ്പെട്ട് വേഗത്തിൽ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്യുന്നു? യേശുവിൻ്റെ ഒപ്പം അവൻ പോകുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ളവരെല്ലാം അവനെ പിറുവിറുക്കുവാൻ തന്നെ, കണ്ടവരെല്ലാം അവൻ പാപിയായ സ്ത്രീയോട്, കാരണം ലോകം അവനെ ഇട്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവൻ പാപിയായ ഒരു മനുഷ്യൻ എന്ന പേരായിട്ടിരിക്കുന്നത്. കാരണം എന്താ? എല്ലാവരും ഇരുന്ന് ഷൗട്ട് ചെയ്ത് പണം വാങ്ങിക്കുന്ന വ്യക്തിയാണ്. ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയാണ്. ഞാൻ പറയട്ടെ, ലോകം വെറുത്തു കൊള്ളട്ടെ, പക്ഷേ യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവിന് നിന്നെ വേണം പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. ഹല്ലേലൂയ. ലോകം ഹല്ലേലൂയ നിന്നെ വെറുക്കുന്നുണ്ടായിരിക്കാം, നിന്നെ അവഗണിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ യേശു നിന്നെ അവഗണിക്കില്ല. നിന്നെ ചേർത്തണയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. നിന്നെ തേടി വരുന്ന ഒരു കർത്താവുണ്ട്. യേശുവിനെ അറിയാൻ കടന്നു വരുമ്പോൾ എന്നെ കാണേണ്ടതിനായിട്ട് ഒരുത്തൻ കാട്ടത്തിമേൽ കയറുമെന്ന്. ഹല്ലേലൂയ. യേശു കർത്താവ് ആ റൂട്ട് വഴി വരും. യേശുവിന് റൂട്ട് തെറ്റുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ, ഒരു വ്യക്തിയെ മാനസാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ് അവിടെ കാണുവാൻ സാധിക്കുന്ന. സാക്യസോ നിന്ന് കർത്താവിനോട് പറയുന്നു, എന്റെ വസ്തുവകയിൽ അവന്റെ കൂടെ പോയിട്ട് കാണാൻ സാധിക്കുന്നു. അവന്റെ ജീവിതത്തിൽ യഥാർത്ഥമായ ഒരു മാനസാന്തരത്തിന്റെ അനുഭവം വരുവാനായിട്ട് ഇടയായി തീർന്നു. അവന്റെ ഒറ്റ ആഗ്രഹമായിരുന്നു യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണണമെന്ന്. ഈ പൽക്കാലം ഒന്ന് ആഗ്രഹിക്കാമോ യേശുവിനെ ഒന്ന് കാണേണ്ടതിനായിട്ട്? നിന്റെ കൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്, നിനക്ക് ഒരു രക്ഷ തരുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. സ്തോത്രം. അതേ സ്തോത്രം. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, വല്ലതും ചതുവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട് പറയുന്നുണ്ട്, ഇവനും അബ്രഹാമിന്റെ മകനാക്കിയ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. ഇവിടെ വചനത്തിൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. ചെറുതായിട്ട് യേശുവിനെ എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ച സാക്യോസിനെ, ഹല്ലേലൂയ, യേശു കർത്താവ് അവന്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. അപ്പോൾ അവന്റെ ജീവിതത്തിൽ നമുക്കറിയാം അവന് പണമുണ്ട്, പക്ഷേ സമൂഹത്തിൽ അവന് യാതൊന്നും വിലയില്ല. അവൻ പാപിയായ മനുഷ്യൻ എന്ന ലോകം വിധിച്ചിരിക്കുന്നത്. അവന് പിറുപിറുക്കുവാൻ മറ്റുള്ളവർ ഇടയാക്കി തീർത്തു. പക്ഷേ യേശു കർത്താവ് ആ ഭവനത്തിൽ ചെന്നപ്പോ അവന്റെ ജീവിതത്തിനകത്തൊരു മാനസാന്തരം ഉണ്ടായി. ഹല്ലേലൂയ. രക്ഷയുടെ അനുഭവം ഉണ്ടാകുവാനായിട്ട് ഇടയെത്തുന്നു. അതാ യേശു പറഞ്ഞത്, ഇവനും അബ്രഹാമിന്റെ മകനാകിയ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അവനെല്ലാ സൗഭാഗ്യം ഉണ്ടായിരുന്നുവെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കുന്ന രക്ഷ അനുഭവിക്കുവാൻ കഴിയാതെ ആയിരുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ യേശു ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് ഒരു മാനസാന്തരം ലഭിക്കുവാനായിട്ട് ഇടയെത്തുന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ യേശു കർത്താവ് വന്നുവയ്ക്ക്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്നെ ലോകം മാറ്റി നിർത്തുന്നുണ്ടായിരിക്കും. നിന്റെ ജോലി മേഖല വച്ചുകൊണ്ട് ലോകം മാറ്റുന്നുണ്ടായിരിക്കാം. നിന്റെ ചില സ്വഭാവങ്ങൾ കൊണ്ട് ലോകം നിന്നെ മാറ്റി നിർത്തുന്നുണ്ടായിരിക്കാം. നിന്നെ പരിഹസിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിന്നെയും യേശു കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. നിന്നെയും തേടിയ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് നിനക്ക് കർത്താവിനെ ഒന്ന് കാണുവാനായിട്ട്. ഈ പകൽക്കാലം ഒന്ന് ആഗ്രഹിക്കാമോ? നിന്റെ കൂടെ വന്ന് പാർക്കുവാൻ, നിനക്ക് രക്ഷ തരുവാൻ, നിന്റെ ഭവനത്തിന് രക്ഷ തരുവാൻ കാത്തിരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നീ പലയിടത്തും പോയി കാണുമായിരിക്കും.
ഒരു വിടുതലിന് വേണ്ടി, ഒരു സൗഖ്യത്തിന് വേണ്ടി. പക്ഷേ ഒരിടത്തൊന്നും ഒരു വിടുതലില്ലാതിരിക്കുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, രക്ഷ എന്ന് പറയുന്നത് സൗജന്യമത്രേ. ഹല്ലേലൂയ. നീ കർത്താവിനെ ഒന്ന് കാണുക, നിന്റെ ഹൃദയത്തെ ഒന്ന് തുറന്നു കൊടുക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, അവന്റെ ഹൃദയം തുറന്നത് കൊണ്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കും. ഓടി എനിക്ക് യേശുവിനെ ഒന്ന് കണ്ടേ മതിയാവത്തുള്ളൂ. അവന്റെ മുമ്പിലുള്ള പ്രതിബന്ധങ്ങളെല്ലാം അവൻ മാറ്റി നിർത്തി. മുമ്പിൽ നിൽക്കുന്ന പ്രതിബന്ധങ്ങളെ നോക്കാതെ, മുമ്പിൽ നിൽക്കുന്ന വിലക്കുകളെ നോക്കാതെ, മുമ്പിൽ നിൽക്കുന്ന പരിഹാസത്തിന്റെ അനുഭവങ്ങളെ നോക്കാതെ, ചുറ്റും നിന്ന് പരിഹസിക്കുന്ന, ഇല്ലെങ്കിൽ നീ പാപി എന്ന് പറഞ്ഞ് മുദ്ര കുത്തുന്ന സമൂഹത്തെ നോക്കാതെ വേണം നീ കർത്താവിനെ കാണേണ്ടതിനായിട്ട് ഒന്ന് ഓടുവാൻ തയ്യാറാകാമോ? ചിലതിന്റെ മുകളിൽ ഒന്ന് കയറുവാൻ തയ്യാറാകാമോ? നിന്റെ ഭവനത്തിൽ കൂടെ പാർക്കുവാൻ കർത്താവ് വരും. സ്തോത്ര. നിന്റെ ഭവനത്തിനകത്ത് ഇതുവരെയും ഇല്ലാത്ത രക്ഷ. ഹല്ലേലൂയ. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നിന്റെ ഭവനത്തിനകത്ത് കാണുമായിരിക്കാം, പക്ഷെ അത് വേണ്ടുമെന്ന് അനുഭവിക്കുവാൻ കഴിയാതെ, ഒരു സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ, ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് നിനക്ക് കടന്നു വരുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു വിടുതൽ അനുഭവിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്ന വ്യക്തിയാണോ? ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, രക്ഷ എന്ന് പറയുന്നത് സൗജന്യമത്രേ. നിന്റെ മനസ്സുകൊണ്ട് നീ കർത്താവിനെ സ്വീകരിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നീ കർത്താവിനെ കാണുവാൻ ഒന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിന്റെ ഭവന വീടടക്കം ഹല്ലേലൂയ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് തരും. നീ ഒറ്റയ്ക്കായിരിക്കാം. സ്തോത്രം. കർത്താവിന് വേണ്ടി ഒന്ന് നിൽക്കുവാൻ തയ്യാറാകാമോ? നിന്റെ ഉള്ളിൽ ചിലപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ചിലപ്പോൾ ലഭിച്ചില്ലായിരിക്കാം, നിനക്ക് ഒരു വ്യക്തിക്കായിരിക്കാം കർത്താവിനെ ഒന്ന് കാണണമെന്നുള്ളൊരു ആഗ്രഹം വന്ന പ്രിയ ദൈവത്തിൽ നീ വില കൊടുക്കാൻ തയ്യാറാക്കുക. നിന്നിൽ കൂടി നിന്റെ വീടടക്കം സന്തോഷിക്കുക, നിന്റെ വീടടക്കം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുക. എന്റെ കർത്താവ് ഇടയാക്കും. ഹല്ലേലൂയ. നിന്നെ തേടി വരുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. അതുപോലെ മറ്റൊരു ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് തന്നെ കടന്നു വരുമ്പോ അതിന്റെ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ 47-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: നസ്രേനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ബർത്തിലോമായി എന്ന് കുരുടനായിരിക്കുന്ന മനുഷ്യൻ അവൻ എന്ത് ചെയ്യുന്നു? ഒരു വില കൊടുക്കുവാൻ തയ്യാറായി. അവനെ അവിടെ കൊണ്ട് ഇരുത്തുവാനായിട്ട് ഒത്തിരി പേര് ഉണ്ട്. പക്ഷേ അവരുടെ മധ്യ സമൂഹം അവന്റെ മധ്യ നിൽക്കുമ്പോഴും കടന്നു പോകുന്നത് നസ്രേനായ യേശു എന്ന് കേൾക്കുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോ അവൻ എന്ത് ചെയ്യുന്നു? അവിടെ കൊണ്ട് ഇരുത്തുന്നവരെ എല്ലാം നോക്കുന്നത് തന്റെ ജീവിതത്തിനകത്ത് യഥാർത്ഥമായ ഒരു വിടുതൽ നടക്കേണ്ട സമയമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ നിലവിളിക്കുവാനായിട്ട് തുടങ്ങി. ആ നിലവിളിയുടെ ശബ്ദം ഉയരുവാൻ തയ്യാറായപ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, മറ്റുള്ളവരെ അമർച്ച ചെയ്യുവാനായിട്ട് ഇടയെത്തുന്നു, അവനെ ശാസിക്കുവാൻ തയ്യാറായി. പക്ഷെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, മിണ്ടാതിരിക്കുവാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. ഹല്ലേലൂയ. അവിടെ വിലക്കുന്നുണ്ട്, നീ മിണ്ടാതിരിക്കേ, ഞങ്ങളൊക്കെ നിന്നെ ഇല്ലേ സഹായിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. യേശുവിനോടൊപ്പം പോകുന്ന പുരുഷാരം അവന്റെ ശബ്ദത്തെ കുറയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ശ്രമങ്ങളൊക്കെ അപ്പുറമായിട്ട് അവന് എങ്ങനെ ശാസിക്കുവാൻ തയ്യാറായോ ആ ശാസനേക്കാൾ ഉയർന്ന് ഹല്ലേലൂയ പുരുഷാരത്തിന്റെ തിക്കിത്തിരന്നുള്ള യാത്രയുടെ ഇടയിൽ ഉണ്ടാവുന്ന ശബ്ദത്തെക്കാൾ ഉയർന്നതായിട്ട് അവൻ അധികം നിലവിളിക്കുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോ അവിടെ കാണുവാൻ സാധിക്കുന്നു, അപ്പോൾ യേശു നിന്നു. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, വില കൊടുക്കുവാൻ തയ്യാറാക്കുന്നതിന് മുമ്പിൽ യേശു കർത്താവ് നിൽക്കും. ഹല്ലേലൂയ. വില കൊടുക്കുവാൻ തയ്യാറാവുന്നതിന് മുമ്പിൽ കേട്ടിട്ട് മാറിപ്പോകേല, കർത്താവ് നിൽക്കും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, അപ്പോൾ യേശു നിന്നു. എപ്പോൾ? അവനോട് മിണ്ടാതിരിക്കുവാൻ ശാസിച്ചിട്ട് മിണ്ടാതിരിക്കാതെ അധികം നിലവിളിച്ചവന്റെ മുമ്പിൽ യേശു കർത്താവ് നിന്നു. യേശു കർത്താവ് പറഞ്ഞു, അവനെ വിളിക്കുവാൻ പറഞ്ഞു. അവൻ അടുക്ക ചെന്നപ്പോ യേശു കർത്താവ് ചോദിച്ച ഒരു കാര്യമുണ്ട്, നീ ഇത്രയൊക്കെ വിളിച്ചല്ലോ, നിന്നോട് മിണ്ടാതിരിക്കുവാൻ വിലക്കിയിട്ടും ശാസിച്ചിട്ടും അത് കേൾക്കാൻ നീ ഉറച്ചു വിളിച്ചല്ലോ, ഞാൻ നിനക്ക് എന്താ ചെയ്ത് തരേണ്ടത്? യേശു കർത്താവ് ചോദിച്ച ചോദ്യത്തിന് മുമ്പേ ആ മനുഷ്യൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചെന്റെ റബ്ബൂനേ, എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് കുരുടൻ അവനോട് പറഞ്ഞു. അവന്റെ അകക്കണ്ണുകൾ ഹല്ലേലൂയ തുറന്നിരുന്നു. പ്രിയ ദൈവമക്കളെ, കണ്ണിന് കാഴ്ച കൊടുക്കുവാൻ കഴിയുന്നവനാണ് കടന്നു പോകുന്നെന്നുള്ള ഒരു വെളിപ്പാട് അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഒരു തിരിച്ചറിവ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവന് കാണാൻ കഴിയില്ല,
ആരാണ് ഇതൊന്ന്? പക്ഷേ അവൻ്റെ ഉള്ളിൽ കടന്നു പോകുന്നത് സാധാരണക്കാരന വ്യക്തിയല്ല. എൻ്റെ കണ്ണിന് കാഴ്ച തരുവാൻ കഴിയുന്നവനാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പിൽ ശാസനകൾ ഉണ്ടായപ്പോഴും മുമ്പിൽ വിലക്കുകൾ ഉണ്ടായപ്പോഴും അവൻ്റെ ശബ്ദത്തെ നിർവിലമാക്കുവാൻ ശ്രമിച്ചപ്പോഴും അവൻ അധികം നിലവിളിക്കുവാൻ തയ്യാറായി അവൻ്റെ മുമ്പിൽ നിന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം വിലക്കുകൾ നോക്കാതെ നീ കർത്താവിന്റെ മുമ്പിൽ ഒന്ന് നിലവിളിക്കുവാൻ തയ്യാറാകാമോ? നിനക്ക് അധികം നിലവിളിക്കുവാൻ കഴിയുമോ? ഈ പകൽക്കാലം നിന്റെ നിലവിളിയുടെ മുമ്പിൽ കർത്താവ് നിൽക്കാം. നിന്റെ നിലവിളിയെ മറികടന്നു പോകുകയല്ല. സ്തോത്ര. അതേ, ലോകം നിന്നെ പലതും കൊണ്ടിരിക്കുന്നത്, പലതും നിന്നെ സഹായിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിലേക്ക് നീ നോക്കാതെ അതിനകത്തുനിന്നുള്ളൊരു വിടുതലിന് വേണ്ടി നിനക്ക് ആഗ്രഹിക്കാമോ? ഹല്ലേലൂയ. ആ മനുഷ്യന് ഒരു കാര്യം മനസ്സിലായി, എന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട വ്യക്തിയല്ല. കൊണ്ടിരുത്തുവാൻ കാണും ആൾക്കാരെ. ആ വ്യക്തിയെ കൊണ്ട് ഉപജീവനം കഴിച്ചു പോയ വ്യക്തികൾ. കാരണം ഈ മനുഷ്യന് എത്രയാണ് കിട്ടുന്നതെന്നോ, ഭിക്ഷ യാചിക്കുമ്പോൾ എത്ര കിട്ടുന്നതെന്നോ ഈ മനുഷ്യന് കാണാൻ കഴിയില്ല. അതുകൊണ്ട് സമൂഹം വിലക്കും, നീ ഇങ്ങനെ ഇരുന്നാ മതി എന്ന്. പക്ഷേ അവൻ ഒരു കാര്യം മനസ്സിലായി, എനിക്ക് യഥാർത്ഥമായി കാഴ്ച പ്രാപിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് സമൂഹം നിന്നെ ഒതുക്കുന്ന മേഖലകൾ കാണുമായിരിക്കാം. നിന്റെ ജീവിതത്തിലെ കുറവുകൾ കണ്ടുകൊണ്ട് പലരും അതിനെ മുതലെടുത്ത് ജീവിക്കുന്നവർ കാണുമായിരിക്കാം. ഈ 2025 ചിലതിനകത്തുനിന്ന് പുറത്തു വാ. കർത്താവ് നിന്നെ സൗഖ്യമാക്കുവാൻ, കർത്താവ് നിന്റെ കണ്ണിന് കാഴ്ച തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിനക്ക് യഥാർത്ഥമായി ചില വീടുകളിൽ കാണുവാൻ, യഥാർത്ഥമായി കാഴ്ച അനുഭവിച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാൻ കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇപ്പോൾ കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ചില വിലക്കുകളെ, ചില ശാസനകളെ നോക്കാതെ നീ നിലവിളിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ നിലവിടെ മുമ്പാകെ കർത്താവ് നിൽക്കും. സ്തോത്രം. കർത്താവ് മറികടന്നു പോകുകയില്ല എന്ന കാര്യം മറന്നു പോകരുത്. സ്തോത്രം. അടുത്ത് നമുക്കൊന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു കർത്താവിൻ്റെ നിന്ന് സൗഖ്യം പ്രാപിച്ച ഒരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 18 സംവത്സരമായിട്ട് മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. 18 സംവത്സരമായിട്ട് രക്തസ്രാവമായിരുന്ന സ്ത്രീ, അവൾ ഏറിയൊന്ന് സഹിച്ചു. അവൾക്കുള്ളതെല്ലാം അവൾ വിറ്റ് ചെലവഴിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നിട്ടും യാതൊരു സൗഖ്യവുമില്ലാതെ പരവശിയായി തീർന്നിരിക്കുന്ന ഒരു സ്ത്രീയെ യേശുവിനെ കുറിച്ച് അവൾ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ കേട്ട മാതിരി നമുക്ക് അവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ഇങ്ങനെ രോഗം പിടിച്ചിരിക്കുന്ന വ്യക്തിയെ, ഇങ്ങനെ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിക്ക് സമൂഹത്തിന്റെ മധ്യ ഇറങ്ങുവാൻ വിലക്കാണ്. അവളെ ഒരു റൂമിനകത്ത്, ചരിത്രം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദിമ കാലഘട്ടത്തിൽ അങ്ങനെ ഉള്ളവരെ ഒരു റൂമിനകത്ത് മാത്രം ഒതുക്കുവാനായിട്ട് ഇടയത്തില്ല. അവരുടെ അടുക്കിലേക്ക് ആർക്കും പോകാനോ ഒന്നും കഴിയത്തില്ല. ഇവർക്ക് പ്രത്യേകമായി ഇവർക്ക് മാത്രമായിട്ടുള്ള പാത്രം, ഇവർക്ക് വെള്ളം കുടിക്കുവാൻ ഗ്ലാസ്, ഇങ്ങനെയൊക്കെ ഇവർ ഉപയോഗിക്കുന്നതൊന്നും മറ്റുള്ളവർ ഉപയോഗിക്കില്ല. ഇവരുമായിട്ട് ആർക്കും ഒരു സമ്പർക്കം ചെയ്യുവാനായിട്ട് സമൂഹം അനുവദിക്കത്തില്ല. അങ്ങനെ ഒരു വിലക്കായിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഈ സ്ത്രീ ജീവിക്കുന്നത്. 12 വർഷമായിട്ട് താൻ ഒറ്റപ്പെട്ട അനുഭവത്തിൽ നിന്ന്, താൻ ശരീരത്തിൽ അനുഭവിച്ച വേദന, താൻ മാനസികമായി അനുഭവിച്ച പീഡകൾ, ഇതെല്ലാം തന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൾക്കുള്ളതെല്ലാം അവൾ വിൽക്കുവാനായിട്ട് ഇടയത്തുന്നു. കാരണം അത്രത്തോളം അവൾ 12 വർഷമായി അവൾ സഹിക്കുക. പക്ഷെ അവൾക്ക് നഷ്ടപ്പെട്ടു. എല്ലാം അവളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു. പക്ഷെ അവൾക്ക് ആരോഗ്യം തിരിച്ചെടുക്കുവാനായിട്ട് കഴിയില്ല. അങ്ങനെ പരവശയായി നിൽക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യേശു എന്ന ഒരു ആളിനെ കുറിച്ച് അവൾ കേൾക്കുവാനായിട്ട് ഇടയത്തുന്നു. കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ എന്ത് ചെയ്തു? ഒറ്റ കാര്യമേ ഉള്ളൂ, അവളെ മുമ്പിലുള്ള പ്രതിബന്ധങ്ങൾ ഒന്നും അവൾ നോക്കിയില്ല. തൻ്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതൽ വേണമെന്നുള്ള ലക്ഷ്യത്തോടെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിച്ചൊന്നും തൊട്ടാ എനിക്ക് സൗഖ്യം വരും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടെ അവൾ ഓടുവാൻ തയ്യാറായി. അവൾ പുരുഷാരത്തിൻ്റെ പിറകിലൂടെ ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിലൊന്ന് തൊടുവാനായിട്ട് ഇടയത്തീർന്നു. യേശുവിൽ നിന്ന് ക്ഷണത്തിൽ ശക്തി പുറപ്പെട്ടു. അവിടെ രോഗശക്തി മാറുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവ പൈതലെ, ഉടനെ അവിടെ സൗഖ്യം ലഭിക്കുവാനായിട്ട് ഇടയത്തീർന്നു. അവിടെ രോഗം മാറി അവൾ വിടുതൽ പ്രാപിക്കുവാനായിട്ട് അവൾ ശരീരത്തിൽ തിരിച്ചറിയുവാനായിട്ട് ഇടയത്തീർന്നു. നമുക്കറിയാൻ സാധിക്കുന്ന 12 സംവത്സരമായിട്ട് അവൾ അനുഭവിച്ചു കൊണ്ടിരുന്ന രോഗത്തിൽ നിന്ന് ഒറ്റ നിമിഷം കൊണ്ട് അവളുടെ ജീവിതത്തിനകത്ത് കടന്നു വന്ന ചേഞ്ച്, അവളെ മാറ്റം, ഹല്ലേലൂയ,
അങ്ങനെ പ്രിയ ദൈവ പൈതലേ, നീ വില കൊടുക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ കർത്താവിൽ നിന്നുള്ള വിടുതൽ നിന്റെ ജീവിതത്തിൽ നിശ്ചയമായി ലഭിക്കും. നീ വില കൊടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാ നീ നിരാശപ്പെട്ടു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഞാൻ 3 ഭാഗം ഇവിടെ ചൂണ്ടിക്കാണിച്ച എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 3 ഭാഗത്തും ഈ 3 പേരും വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി വില കൊടുക്കുവാനായിട്ട് ഇടയെത്തുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, 2024 നീ വിടുതലിന് വേണ്ടി പലയിടത്തും പോയി കാണുമായിരിക്കാം. നിനക്കൊരു സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി, നിന്റെ ശരീരത്തിൽ കടന്നു വന്ന ചില രോഗത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി, നിനക്കൊരു സ്വസ്ഥത അനുഭവിക്കുന്നതിന് വേണ്ടി, യഥാർത്ഥമായി രക്ഷ അനുഭവിക്കുന്നതിന് വേണ്ടി നീ പലയിടത്തും കയറി ഇറങ്ങി കാണുമായിരിക്കാം. എന്നാൽ പലയിടത്തു നിന്ന് നിനക്കൊരു സമാധാനം ലഭിക്കാതിരിക്കുമ്പോ, ഒരു വിടുതൽ ഇല്ലാതിരിക്കുമ്പോ, ഒരു സന്തോഷവും ഒരു സൗഖ്യവും നിന്റെ ജീവിതത്തിൽ ലഭിക്കാതിരിക്കുമ്പോ, ഇന്ന് ഈ ശബ്ദം നീ കേൾക്കുമ്പോ ഞാൻ പറയട്ടെ, നീ കർത്താവിന് വേണ്ടി വില കൊടുക്കുവാൻ തയ്യാറാകാമോ? എവിടെയൊക്കെയോ നിന്റെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ മൂർച്ഛിച്ചു വന്നപ്പോ യേശു കർത്താവ് സൗഖ്യമാക്കും എന്നുള്ളൊരു ശബ്ദം നീ കേട്ട് കാണുമായിരിക്കാം. പക്ഷേ സമൂഹത്തിന്റെ മുമ്പാകെ എങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് സമൂഹം എങ്ങനെ വില കൽപ്പിക്കും, ഇല്ലെങ്കിൽ എന്നെ ഒറ്റപ്പെടുത്തുമോ എന്നുള്ള ഭയങ്ങൾ, ഭീതികൾ പലതും നിന്നെ പലയിടത്തും ഒതുക്കി വയ്ക്കുമ്പോ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, 12 സംവത്സരമായി രക്തസ്രാവമായിരുന്ന സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി കർത്താവിന്റെ വസ്ത്രം ഒന്ന് തൊട്ടതുപോലെ നീ ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഒന്ന് ഇറങ്ങുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നീ അധികം നിലവിളിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നീ ഒന്ന് കർത്താവിന് വേണ്ടി കാണേണ്ടതിനായിട്ട് നീ ചിലതിന്റെ മത്തി കയറുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, ഈ രാത്രി പകൽക്കാലം ഞാൻ പറയട്ടെ, 2025 കർത്താവ് നിന്റെ മുമ്പിൽ നിൽക്കുവാനായിട്ട് ഇടയായിത്തീരാ. കർത്താവ് നിന്നെ സൗഖ്യമാക്കുവാനായിട്ട് ഇടയായിത്തീരാ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നാളുകളായി നിന്റെ കുടുംബം തകർന്നു നിൽക്കുന്ന വ്യക്തിയായിരിക്കാം, നിന്റെ ബിസിനസ് തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം, നിന്റെ സമൂഹത്തിന്റെ മുമ്പാകെ നീ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. നിനക്ക് യാതൊരു വിടുതലും അനുഭവിക്കുവാൻ കഴിയാതെ എല്ലാ മേഖലയും നീ പരാജയപ്പെട്ട് നിന്റെ ശരീരത്തിന് സൗഖ്യം അനുഭവിക്കുവാൻ കഴിയാതെ മാനസികമായ സമ്മർദ്ദങ്ങൾ, മാനസികമായ ഡിപ്രഷനുകൾ നീ അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം. എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും, എന്റെ മുമ്പാകെ ഇനി ആത്മഹത്യ അല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ള ചിന്തയോടെ ആയിരിക്കുന്നവരായിരിക്കാം നിങ്ങൾ. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്, യേശു നിനക്ക് രക്ഷ തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ കുടുംബത്തെ വിടുവിക്കുക, നിന്റെ കുടുംബത്തിൽ യഥാർത്ഥമായി രക്ഷ തരുക, നാളുകളെ നിന്റെ ശരീരത്തിൽ അനുഭവിക്കുവാൻ കഴിയാത്ത സൗഖ്യം നിന്റെ ശരീരത്തിൽ തരുക കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ആ കർത്താവിന് വേണ്ടി ഒന്ന് വില കൊടുക്കാമോ? നിന്റെ ഉള്ളിൽ എപ്പോഴൊക്കെ ഒരു സ്പാർക്കിങ് പോലെ കർത്താവിനെ ഒന്ന് വിളിക്കുക, കർത്താവെ ഒന്നൊന്ന് വിളിക്കുക. നിന്റെ നാവുകൾക്ക് ചലനം സംഭവിക്കുമ്പോഴോ എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നുള്ള ഒരു അനുഭവത്തോടു കൂടെ നിന്റെ നാവുകളെ നീ ഒതുക്കുന്നുണ്ടെങ്കിൽ, നീ ഈ പകൽക്കാലം അധികം നിലവിളിക്ക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആർക്കും നിന്നെ വിടുവിപ്പാൻ കഴിയില്ല, ആർക്കും നിന്നെ സൗഖ്യമാക്കുവാൻ കഴിയില്ല. നിന്നിലുള്ള സമ്പത്ത് കൊണ്ട് നിനക്ക് സൗഖ്യം പ്രാപിക്കുവാൻ കഴിയത്തില്ല, നിന്നിലുള്ള ആരോഗ്യം കൊണ്ട് നിനക്ക് ഒന്നും ചെയ്തെടുക്കുവാനായിട്ട് കഴിയത്തില്ല, നിന്നിലുള്ള യാതൊന്നും കൊണ്ട് ഒരു രക്ഷ അനുഭവിക്കുവാൻ കഴിയില്ല. അങ്ങനെയൊക്കെ രക്ഷ എന്ന് പറയുന്ന കർത്താവിൽ നിന്ന് വരുന്നതാ. ഇന്ന് സൗജന്യമാ പ്രിയ ദൈവമക്കളെ. പലരും പറഞ്ഞിരിക്കാം, നീ ഇതൊന്നും ചെയ്യണ്ട, നീ ഇത്രയൊന്നും ഉറച്ചൊന്നും കിടന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞ് നിന്നെ അമർച്ച ചെയ്യാൻ നോക്കുന്നുണ്ടായിരിക്കാം. നാളുകളായി നിന്നെ പലതും അമർച്ച ചെയ്ത് ഒതുക്കി വെക്കുമ്പോ ഈ 2025 നിന്റെ ജീവിതത്തെ പാഴാക്കി കളയരുത്. നിനക്ക് വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുക. നിന്റെ ഭവനത്തിനൊരു രക്ഷ തരുവാൻ, നിന്റെ ശരീരത്തിനൊരു സൗഖ്യം തരുവാൻ, നിന്റെ ജീവിതത്തിലെ അവസ്ഥകൾക്കൊരു മാറ്റം തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നീ അറിഞ്ഞ സത്യത്തിന് വേണ്ടി ഒന്ന് നിൽക്കാമോ? ചിലതിനോട് നോ പറയുവാൻ നിനക്ക് കഴിയുമോ? മുമ്പിൽ നിൽക്കുന്ന മറ്റുള്ളവരെ നോക്കാതെ, നിനക്ക് എന്തെങ്കിലുമൊക്കെ അവർ സഹായിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അത് നോക്കാതെ നീ കർത്താവിലേക്ക് ഒന്ന് ഇറങ്ങുവാൻ തയ്യാറാക്കുന്നു. ഈ 25 ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിലെ അവസ്ഥകളെ മാറ്റും. നിന്റെ കുടുംബത്തിന് ഒരു അഭിവൃദ്ധി തരുവാനായിട്ട് ഇടയായിത്തീരും. ഒറ്റ വ്യക്തിയെ സാക്യസ് മാത്രമാ അവന് കർത്താവിനെ കാണുവാൻ ഓടിയത്. യേശു കർത്താവ് ചിന്തിച്ചില്ല അവന് മാത്രം രക്ഷ കൊടുത്താൽ മതിയെന്ന്. യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവനും അബ്രഹാമിന്റെ മകനെയാ ഈ ഭവനത്തിനെ രക്ഷ വന്നു. ഹല്ലേലൂയ. അത് വീടടക്കം രക്ഷയുടെ അനുഭവം. നീ ഒറ്റ വ്യക്തി
കർത്താവിന് വേണ്ടി ഒന്ന് കാണുവാൻ, കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ ഒന്ന് തുറന്നു കൊടുക്കുവാൻ തയ്യാറാക്കുന്നു. ഈ 3 ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒറ്റയ്ക്കാ വില കൊടുത്തത്. സമൂഹത്തിന്റെ വിലക്കുകൾ നോക്കാതെ, സമൂഹത്തിന്റെ ശാസനകളെ നോക്കാതെ, സമൂഹത്തിന്റെ പരിഹാസങ്ങളെ നോക്കാതെ ഒറ്റയ്ക്ക് ഇറങ്ങിയ, ഒറ്റയ്ക്ക് വില കൊടുത്ത 3 പേരെ കാണുവാൻ സാധിക്കുന്നു. ഇവര് കർത്താവ് വിട്ടില്ല. ഒരുവന്റെ മുമ്പിൽ കർത്താവ് നിന്നു. മറ്റു 12 വർഷമായി രക്തസ്രാവമായിരുന്ന സ്ത്രീക്ക് സൗഖ്യം കൊടുക്കേണ്ടതിന് കർത്താവിന്റെ ശക്തിയെ പുറത്തേക്ക് ജ്വലിപ്പിക്കുവാനായിട്ട് ഇടയെ തുറന്നു. കുരുടന്റെ മുമ്പിൽ നിന്നിട്ട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്ത് തരേണ്ടത്? നീ കർത്താവിന് വേണ്ടി വില കൊടുത്തു കഴിഞ്ഞാ നിന്നെ സമൂഹത്തിന്റെ മധ്യ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല, നിന്നെ ലജ്ജിപ്പിക്കുന്ന ഒരു ദൈവമല്ല. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോഴും മുമ്പിൽ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു. ഇനി എന്റെ കുടുംബം എങ്ങനെ രക്ഷപ്പെടും, എന്റെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നീ ചോദിക്കുന്നില്ലേ? പ്രിയ മക്കളെ, എന്റെ കർത്താവിന് മാത്രമേ നിന്നെ വിടുവിക്കാൻ കഴിയത്തുള്ളൂ. നിന്റെ അവസ്ഥകൾ ആരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിന്റെ അവസ്ഥയെ ഉള്ളതുപോലെ അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ കർത്താവിന്റെ മുമ്പിൽ നിനക്കൊന്ന് സറണ്ടർ ചെയ്യുവാൻ, കർത്താവിന്റെ മുമ്പിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിനക്ക് കഴിയുമോ? ഹല്ലേലൂയ. ഒത്തിരി ഓടിയില്ലേ പലയിടത്തും സൗഖ്യത്തിനു വേണ്ടി, മാറി മാറി നീ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയില്ലേ? സ്തോത്രം. യാതൊരു സൗഖ്യവുമില്ലാതെ നിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ട്, കുടുംബത്തിനകത്ത് നീ ഒറ്റപ്പെട്ടു. നിന്റെ കാരണം കൊണ്ടാണ് ഈ ഭവനത്തിനകത്ത് സാമ്പത്തിക തകർച്ച കടന്നു വന്നതെന്ന് പറഞ്ഞു നിന്റെ കുടുംബം നിന്നെ വിലക്കുകൾ കൽപ്പിക്കുമ്പോൾ, നിന്നെ പരിഹസിക്കുമ്പോൾ, നീ അനുഭവിക്കുന്ന വേദന ഒരു സൈഡ്, നീ അനുഭവിക്കുന്ന സമ്മർദ്ദം മറ്റൊരു സൈഡ്. എന്താ എങ്ങനെ ഇങ്ങനെ ജീവിക്കുമെന്ന് നീ ചോദിക്കുമ്പോ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ അടുക്കിലേക്ക് ഒന്ന് കടന്നു വരാമോ? ഈ ശബ്ദം എല്ലാ അവസ്ഥകളും തീർന്നു നിൽക്കുമ്പോഴായിരിക്കും നീ യേശു കർത്താവിനെ കുറിച്ചൊന്ന് കേൾക്കുന്നത്. യേശു കർത്താവ് നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ നീ ഈ ശബ്ദം കേൾക്കുന്നത്. ഈ ശബ്ദത്തെ നീ മറുതലിക്കരുതേ. നിനക്കൊരു വിടുതൽ തരുവാൻ കാത്തിരിക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ആരോഗ്യത്തെ, നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സ്വസ്ഥതയെ, നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സമാധാനത്തെ നിന്റെ ജീവിതത്തിലേക്ക് മടക്കി തരുവാൻ, യഥാർത്ഥമായ രക്ഷയുടെ അനുഭവം തരുവാൻ. ഞാൻ ആ സഖായുടെ കാര്യം പറഞ്ഞത്. അവന് സമ്പത്തുണ്ട്, അവൻ എല്ലാരെയും നിന്ന് ഷൗട്ട് ചെയ്ത് പണം വാങ്ങിക്കുന്നതാണ്. പക്ഷേ ഇതൊന്നും കൊണ്ട് അവനൊരു രക്ഷയില്ല, ഒരു സമാധാനമില്ല. അതുകൊണ്ട് യേശു കർത്താവ് ഈ ഭവനത്തിന് രക്ഷ വന്നു. കർത്താവിനറിയാം ഇവനിതെല്ലാം ഉണ്ടെങ്കിൽ ആ ഭവനത്തിന് രക്ഷയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആ യേശു കർത്താവ് അവിടെ നിന്നുകൊണ്ട് ആ മനുഷ്യനെ കാട്ടത്തിൽ നിന്ന് ഇറക്കിയിട്ട് അവന് മാത്രം രക്ഷ കൊടുത്തിട്ടല്ല, അവൻ ഭവനത്തിലേക്ക് പോയി. കർത്താവിന് വേണ്ടി നീ ഒന്ന് സ്റ്റെപ്പ് വയ്ക്കാൻ തയ്യാറായ, നിന്റെ വീട്ടിന് സമാധാനം തരുവാൻ, നിന്റെ വീട്ടിന് രക്ഷ തരുവാൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, നീ ഒറ്റ വ്യക്തിയായിരിക്കാം നിന്റെ ജീവിതത്തിലെ ഭവനത്തിന്റെ അവസ്ഥകൾക്ക് ചേഞ്ച് വരുത്തുവാൻ കർത്താവ് കണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒരുമിച്ച് കർത്താവ് തരത്തില്ല. ആരെങ്കിലും ഒരു വ്യക്തിയെ കർത്താവ് തൊടും. പക്ഷെ ആ സ്പാർക്കിങ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ നീ അതിനെ മറുതലിക്കാതെ കർത്താവിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുക, കർത്താവിന്റെ മുമ്പിൽ വില കൊടുക്കുവാൻ നീ തയ്യാറാക്കുന്നുവെങ്കിൽ, നീ സ്റ്റെപ്പ് വയ്ക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, നിന്റെ കൂടെ കർത്താവ് വന്ന് നിന്റെ ഭവനത്തിന് രക്ഷ തരും. നിന്റെ ഭവനം സന്തോഷിക്കുവാനായിട്ട് ഇടയെത്തിരും. നിന്റെ വിലാപത്തെ ദൈവം മാറ്റുവാനായിട്ട് ഇടയെത്തിരും. അങ്ങനെ ഈ 2025 നിന്റെ ജീവിതത്തിൽ കർത്താവ് വിടുതൽ തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീ വില കൊടുക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് ഉള്ളതത്ര. സ്തോത്രം. അങ്ങനെക്ക് വ്യക്തിപരമായിട്ട് നീ കർത്താവിന് വേണ്ടി സ്റ്റെപ്പ് വയ്ക്കുവാൻ തയ്യാറാക്കുന്നുവെക്കേ, നിന്റെ ഉള്ളിൽ കേട്ട കർത്താവിനെ കുറിച്ച് ഇവിടെ 3 കാര്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവർ കേട്ടത് മാത്രമാണ്. ബർത്തലോമായി എന്ന മനുഷ്യൻ കേട്ടു, ഇവിടെ രക്തസ്രാവമായിരുന്ന സ്ത്രീ കേട്ടു. അപ്പോൾ സക്കായും കേട്ട് കാണും. അതുകൊണ്ടാണല്ലോ എങ്ങനെയുള്ളവൻ എന്ന കാണേണ്ടതിന് വേണ്ടി കേട്ടത് കൊണ്ടാണല്ലോ കാണാൻ ആഗ്രഹിച്ച ആ കേട്ട മാതിരിൽ അവർ വില കൊടുത്തു. നീ ശബ്ദം കേൾക്കുമ്പോ എല്ലാ സാഹചര്യങ്ങളും അസ്തമിച്ചിരിക്കുമ്പോഴായിരിക്കാം ഈ ശബ്ദം കേൾക്കുന്നത്. യേശു നിന്നെ രക്ഷിക്കും, യേശു നിന്നെ വിടുവിക്കും. നിന്നെ കൂടെ തേടിയ കർത്താവ് വന്നത്, നിന്നെ കൂടെ രക്ഷിക്കാനാ കർത്താവ് വന്നത്, നിന്റെ ഭവനത്തിനെ വിടുവിക്കാനാ കർത്താവ് വന്നത്. സ്തോത്രം. നീ ഏത് ജാതിയിലായിക്കൊള്ളട്ടെ, ഏത് മതത്തിലായിക്കൊള്ളട്ടെ, യേശു കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ വന്ന യേശു കർത്താവ്
പ്രിയ ദൈവമക്കളെ, നിന്റെ ഹൃദയമാവുന്ന കവാടത്തെ ഇന്ന് കർത്താവിന് വേണ്ടി ഒന്ന് തുറന്നു കൊടുക്കാമോ? നിന്റെ മുമ്പിൽ കർത്താവ് നിൽക്കും. നിന്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം തരും. നീ സമൂഹത്തിന് മുമ്പിൽ പോയി നിൽക്കാൻ, നീ മറ്റുള്ളവരുടെ മുമ്പാകെ വീണ്ടും പോയി സഹായത്തിന് വേണ്ടി കൈ നീട്ടി നിൽപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നീ നോക്കണ്ട, അയ്യോ എന്നെ സമൂഹം ഒറ്റപ്പെടുത്തി കളയുമല്ലോ എന്നോർത്ത് നീ ഭാരപ്പെടണ്ട. നീ കർത്താവിന്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞാ നിന്റെ A to Z വരെയുള്ള കാര്യങ്ങളെ കർത്താവ് നോക്കിക്കോളും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ 2024 ഒത്തിരി പരാജയങ്ങൾ കടന്നു വന്ന് കാണും. പലപ്പോഴും നീ കർത്താവിന്റെ ശബ്ദം കേട്ട് കാണുമായിരിക്കാം. പക്ഷെ കേട്ടിട്ടും ഞാൻ ഇറങ്ങിയ എങ്ങനെ, ഞാൻ കർത്താവിലേക്ക് ഒന്ന് സ്റ്റെപ്പ് വച്ചാൽ മറ്റുള്ളവരെന്ത് പറയും എന്നുള്ള പല ചോദ്യങ്ങൾ നിന്നെ വീണ്ടും വീണ്ടും പിറകിലേക്ക് വലിച്ചു കാണുമായിരിക്കാം. എന്നാൽ 2025 നിന്റെ ടൈമാ. ഒരു വർഷം കൂടെ ദൈവം ദാനമായി തന്നുവെങ്കിൽ ഈ രക്ഷയെ അഗണ്യമാക്കി കളയരുത്. ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, നമ്മുടെ മുമ്പിൽ സമയമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയമാകുന്ന വാതിലിനെ ഇന്ന് കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ ഭവനത്തെ കടന്നു വന്ന് നിന്നോടൊപ്പം സന്തോഷിക്കുവാൻ, നിന്നോടൊപ്പം പാർക്കുവാൻ, നിന്നോടൊപ്പം ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ ഒരു സുദിനം നമുക്ക് ഈ ലോകത്തുനിന്ന് മറ്റൊരിടത്തുനിന്നും കിട്ടുന്നതല്ല. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, കഷ്ടതയും പ്രയാസമൊക്കെ വരും. പക്ഷേ കർത്താവിനെ അറിഞ്ഞവന്റെ ഉള്ളിൽ ആ പ്രയാസം ഒത്തിരി ടൈം നിൽക്കാൻ അനുവദിച്ചു കൊടുക്കുകയല്ല. ഒരു കാറ്റടിച്ചു പോകുന്നത് പോലെ ചിലത് മാറിപ്പോയിട്ട് അവൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു പ്രത്യാശ, ധൈര്യം, ഇതാ ഒരു ദൈവവൈദ്യനെ ജീവിപ്പിക്കുന്നത്. അങ്ങനെ നിന്റെ കഷ്ടതയിൽ നിൽക്കണമോ? ഈ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുക. സ്തോത്രം. ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. വില കൊടുക്കുന്നവന്റെ മുമ്പിൽ യേശു കർത്താവ് നിൽക്കും. ബെർത്തലോമായുടെ മുമ്പിൽ കർത്താവ് നിന്നു. ആ സ്ത്രീയുടെ മുമ്പിൽ കർത്താവ് ശക്തിയെ പുറപ്പെടുവിക്കാനായിട്ട് ഇടയായി തീർന്നു. അവിടെ സഖായിയുടെ മുമ്പിൽ ആ മരത്തിന്റെ ചുവട്ടിൽ കർത്താവ് നിന്നു. നീ കർത്താവിനെ കാണാനൊന്ന് ആഗ്രഹിച്ച, നിന്റെ ഹൃദയത്തിൽ ഒന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിനെ കാണുന്നൊരു കർത്താവ് നീ ലോകത്തോട് പറഞ്ഞുകൊണ്ട് നടക്കണ്ട. ഹല്ലേലൂയ. നിന്റെ മനസ്സുകൊണ്ട് കർത്താവിനെ ഒന്ന് അംഗീകരിക്കാൻ ഈ പകൽക്കാലം നിനക്ക് കഴിയുമോ? നിന്റെ ഹൃദയത്തെ കാണുന്ന ഒരു കർത്താവ്, നിന്റെ മനസ്സിന്റെ ആഗ്രഹത്തെ കാണുന്ന ഒരു കർത്താവ്. സഖായി പറഞ്ഞൊരു കാര്യമുണ്ട്, എങ്ങനെയുള്ളവൻ എന്ന് കാണേണ്ടതിന് ആഗ്രഹിച്ചു. ആഗ്രഹത്തെ അത് ശ്രമമായി തീർത്തു. കർത്താവ് അവന്റെ കൂടെ പാർക്കുവാൻ തയ്യാറായി. ഈ പകൽക്കാലം, ഈ 2025 കർത്താവുമായിട്ട് നമുക്ക് പാർക്കേണ്ടതിനായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? യേശു കർത്താവില്ലാത്ത ജീവിതം, യേശു കർത്താവില്ലാത്ത ഭവനം ശൂന്യതയാണ്. പ്രിയതേ മക്കളെ, കഷ്ടതയുണ്ടെങ്കിലും കർത്താവുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ കർത്താവിനോട് കൂടെ ചേർന്ന് നിൽക്കാം, നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നീ കർത്താവിന് വേണ്ടി വില കൊടുക്കാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്റെ മുമ്പിൽ യേശു കർത്താവ് നിൽക്കും. നിന്റെ വിഷയത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. ആമേൻ. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വില കൊടുക്കുന്നവരുടെ മുമ്പിൽ യേശു കർത്താവ് നിന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവേ, 2025 അങ്ങുടെ ജനം വില കൊടുക്കട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും എല്ലാം തകർന്നു, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി മുന്നോട്ടൊന്നുമില്ല എന്നുള്ള അനുഭവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം കർത്താവിനെ കാണേണ്ടതിനൊരു ആഗ്രഹം കർത്താവരുടെ ഉള്ളത്തിൽ കൊടുക്കണമേ. ആരും നഷ്ടപ്പെടുവാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2025 അങ്ങയോട് കൂടെ പാർക്കുവാൻ, ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ, ഒരു സ്റ്റെപ്പ് വയ്ക്കുവാൻ, കേട്ട കർത്താവിലേക്ക് ഒരു സ്റ്റെപ്പ് വച്ചിറങ്ങി അങ്ങിൽ നിന്നുള്ള വിടുതലുകൾ, സൗഖ്യങ്ങൾ, സമാധാനം, രക്ഷ അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ അങ്ങയുടെ ജനത്തെ സഹായിക്കുക. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു കർത്താവെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയിട്ട് അനുഗ്രഹിക്കുന്നതിനായ സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.